Hi dear students, question number 90. റൊട്ടേഷൻ മോഷനിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നെറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൊട്ടേഷണൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ ഒരു ലാഡറിന്റെ കോൺസെപ്റ്റ് NCERT പറയുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എ ഹെവി അയൺ ബാർ ഓഫ് വെയിറ്റ് W having its one end at the ground and other end on the shoulder of the man. The rod make an angle 60 with the horizontal. The weight experienced by the man is. നോക്ക്, ഇതിപ്പോ അയാളുടെ ഷോൾഡറിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് ഫിക്സ്ഡ് ആക്കി നമുക്ക് വെക്കാം. അപ്പൊ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുക ഇതിന്റെ മിഡ് പോയിന്റിലാണല്ലോ. ആ റോഡിന്റെ വെയിറ്റ് ഉണ്ടാവുക അതിന്റെ മിഡ് പോയിന്റിലാണ്. അത് എത്രയാ പറയണത്? 12 കിലോഗ്രാം ആണ്. അപ്പൊ ഫോഴ്സ് വരെ 120 ന്യൂട്ടൺ ആണ്. സോ ദിസ് ഇസ് 120 ന്യൂട്ടൺ. ദെൻ ഈ ലാഡർ റെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ഷോൾഡറിലാണ്. അപ്പൊ ഷോൾഡറിൽ തട്ടുന്ന അത് അവിടെ അതിന്റെ ഒരു ഫോഴ്സ് കോമ്പണന്റ് ഉണ്ടാവും. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഷോൾഡറിൽ നിന്ന് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ എത്രയാണോ അത്ര തന്നെയാണ് അവിടുത്തെ ആക്ഷൻ ഉണ്ടാവുക. ആ ഷോൾഡറിൽ അനുഭവപ്പെടുന്ന വെയിറ്റ് എത്രയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടില്ലേ നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക, ബിക്കോസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ ഇവിടെ എത്ര വെയിറ്റ് അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അത് തന്നെയാണ് മുകളിലേക്കുള്ള നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് W. വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പേഴ്സൺ ഈസ് എക്സാക്ട്ലി N2. ഓക്കെ, അപ്പൊ ആ N2 കണ്ടാൽ മതി. അപ്പൊ നമുക്ക് അവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു എൻഡ് ഇതാ ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന എൻഡ് ഫിക്സ്ഡ് ആയിട്ട് പരിഗണിക്കാം. ഈ വെയിറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ്, ആ വെയിറ്റ് ഇതിന്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമ്മൾ ആ വെയിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു കോമ്പണന്റ് എടുക്കുന്നു, ഇങ്ങനെ ഒരു കോമ്പണന്റ് എടുക്കുന്നു. ഇത്ര നീട്ടി വരയ്ക്കേണ്ടതില്ല, പക്ഷെ ഞാനത് കാണാൻ വേണ്ടി വരച്ചാണ് കേട്ടോ. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഈ ഭാഗം വരെ 30 ആണ്. ഇത് 90 ആയതുകൊണ്ട് റോഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 30 ആകുമ്പോൾ എഗെയിൻ ഇത് എന്ത് വരും? 60 വരും. 60. ഓക്കെ, അപ്പൊ അത് 120യുടെ cos 60 കോമ്പണന്റ് ആണ്. സോ 120 into cos 60 is 1/2. അപ്പൊ കട്ട് ചെയ്താൽ നമുക്കത് 60 ന്യൂട്ടൺ എന്ന് കിട്ടും. 60 ന്യൂട്ടൺ. അപ്പൊ റോഡിന് ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സ് 60 ന്യൂട്ടൺ ആണ്. സോ അതൊരു ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും. ആ ടോർക്ക് വരിക ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഇസ് ഫോഴ്സ് 60 ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക ഇത്രയല്ലേ. എന്നാണ് റോഡിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. അത് വെയിറ്റ് ഇവിടെ ആക്ട് ചെയ്യുക സെന്റർ ഓഫ് മാസിൽ, ദാറ്റ് ഇസ് L/2. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ടോർക്ക് ഉണ്ടാവും. ഈ നോർമൽ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതാ ഷോൾഡറിൽ നിന്ന് കിട്ടുന്ന നോർമൽ റിയാക്ഷൻ, ആ ഷോൾഡറിൽ അനുഭവപ്പെടുന്ന വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നോർമൽ റിയാക്ഷൻ, അത് കാരണം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് അനുഭവപ്പെടും. ആൻഡ് ദിസ് ഇസ് ദ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ ഫോഴ്സ് അനുഭവപ്പെടുന്ന പോയിന്റിൽ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഫോഴ്സ്, അപ്പൊ ഈ റോഡിനെ ഇങ്ങോട്ടേക്ക് മറച്ചിടാനുള്ള ഒരു ഫോഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് മറച്ചിടാനുള്ള പാകത്തിനുള്ള ടോർക്കായിട്ട് അവിടെ അനുഭവപ്പെടും. അപ്പൊ ഈ മുകളിലേക്കുള്ള ഫോഴ്സ് N2, നോർമൽ റിയാക്ഷൻ N2. അപ്പൊ ആ ഫോഴ്സ് ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇസ് ലോവർ ആൻഡ് ഇസ് ഫിക്സ്ഡ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് വരിക റോഡിന്റെ ലെങ്ത് ആണ് L. സോ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ വരുന്ന ആ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ആയ N2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് L ഇറ്റ്സെൽഫ്. പക്ഷെ ഇത് ആ റോഡ് അവിടെ ഇക്വിലിബ്രിയത്തിലാണ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ നെറ്റ് ടോർക്ക് 0 ആണ്, പക്ഷെ ടോർക്ക് ബാലൻസ്ഡ് ആയി പോയി നടത്തും. അപ്പോൾ 60 ഇൻറ്റു L/2 ഇസ് ബാലൻസ്ഡ് വിത്ത് N2 ഇൻറ്റു L. L ക്യാൻസൽ ആവും. അപ്പൊ ഇത് കട്ട് ചെയ്താൽ 30 ഈസ് ഈക്വൽ ടു N2 എന്ന് കിട്ടും. അപ്പൊ 30 ന്യൂട്ടൺ ആണ് N2 ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ. അപ്പൊ അതിന്റെ വെയിറ്റ് എത്ര അനുഭവപ്പെടും? നമുക്ക് കിലോഗ്രാമിലാണ് വേണ്ടത്. സോ ദാറ്റ് ഇസ് അത് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവിടെ വെയിറ്റ് കിട്ടണമെങ്കിൽ, മാസ് കിട്ടണമെങ്കിൽ M ഈസ് ഈക്വൽ ടു, M എന്ന് ഞാൻ പറയുന്നില്ല, ഇയാൾക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് ഇൻ കിലോഗ്രാം നമ്മൾ 9.8 കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫോഴ്സിനെ. അപ്പൊ നമുക്ക് 30 ഡിവൈഡഡ് ബൈ 10, അപ്പൊ നമുക്കത് 3 കിലോഗ്രാം എന്ന് കിട്ടും. 3 കിലോഗ്രാം. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ?